വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. പക്ഷെ ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞാനും കാശിയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗ് എന്തുവാ? കാശിക്കുട്ടി എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങൾ എന്ത് ചെയ്യാൻ? പെയിന്റ് ചെയ്യാൻ പോവാ. ഞങ്ങൾക്ക് നിന്ന് ആദ്യമായിട്ട് ഞങ്ങൾ പെയിന്റ് വാങ്ങിച്ചു. ആരാ വാങ്ങിച്ചെന്നേ? അമ്മയും പിന്നെ ആരാ? ആരൊക്കെ പോയി വാങ്ങിച്ചേ? അമ്മയും ഞാനും അച്ചൂട്ടിനും കൂടെ പോയി ഒരു പെയിന്റ് വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോവാ? ഒരു പെയിന്റ് ചെയ്യാൻ പോവാ. കാണിച്ചേ ഉണ്ടോ ഞങ്ങളുടെ പുതിയ പെയിന്റ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാലും പറയണേ. ഞങ്ങളുടെ പുതിയ പെയിന്റ് അതങ്ങനെ ഓപ്പൺ ചെയ്തേ. അമ്മ തുറന്നു തരട്ടെ. നമ്മുടെ കല്ലൂസിന് ഞങ്ങൾ പറഞ്ഞായിരുന്നു നല്ല കാണിച്ച ബ്രഷ് കാണിച്ച്. ഞങ്ങളുടെ ബ്രഷ് എങ്ങനെ പെയിന്റ് ചെയ്യുന്നേ? ഞങ്ങളുടെ പെയിന്റ് ചെയ്ത് നോക്കാം, നമുക്ക് ചെയ്യാം. നമ്മുടെ കല്ലൂസിന് എക്സാമിന് എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് മേടിക്കാൻ ഞങ്ങൾ പറഞ്ഞൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ ഇന്നലെ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എനിക്ക് മാത്രം എന്താ അമ്മ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് കടയിലായിട്ട് അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ കാശിക്കുട്ടനും കല്ലിക്കുട്ടനും എന്തോ വാങ്ങിച്ചു കാശി? പെയിന്റിങ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ പെയിന്റിങ് ചെയ്യും കേട്ടോ. ചെയ്തേ നോക്കട്ടെ അമ്മ, നല്ലോണം ചെയ്തേ. അടുത്ത കളർ എടുത്ത് ചെയ്തേ. പെയിന്റ് ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പെയിന്റ് കാണുന്നതും ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. ചേച്ചിക്ക് എന്ത് വാങ്ങിച്ചാലും എനിക്കും വേണം അല്ലേ കാശി? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് കരയും. അങ്ങനെ ഞങ്ങൾ ചുമ്മാ കാശി തരുമ്പോ കാശിക്ക് ഒരു കുഞ്ഞ് പെയിന്റിങ് വാങ്ങിച്ചു. അങ്ങനെ കാശി എന്ത് ചെയ്യുവാണ്? കാശിയുടെ പെയിന്റിങ് നോക്കിക്കോണം കേട്ടോ. ഇഷ്ടപ്പെട്ട പറയണം കേട്ടോ. ഇത് ഏത് കളറാ കാശി? ബ്ലൂ. ഇപ്പൊ ഏത് കളറാ മോൻ വരച്ചേ? ബ്ലൂ. കല്ലു ചേച്ചി വന്നിട്ട് പെയിന്റിങ് ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ കാശിക്ക് ക്ഷമയില്ല. കാശിക്ക് പെയിന്റിങ് ചെയ്തേ പറ്റൂ. അങ്ങനെ വഴക്കായിരുന്നു. അവനെ കുളിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിച്ച് അങ്ങനെ ഞങ്ങൾ കുളിച്ച് സുന്ദരനായി ഇല്ലയോ? അങ്ങനെ ഞങ്ങൾ കുളിച്ച് സുന്ദരനായിട്ട് പെയിന്റിങ് ചെയ്യും. ചേച്ചി വരുമ്പോ കാണിക്കുമോ ഇതൊക്കെ? ചേച്ചി വരുമ്പോ പെയിന്റിങ് കാണിക്കുന്നേ. കാശി എന്ത് വരയ്ക്കുന്നേ? പൂ വരയ്ക്കണ്ടേ? നമുക്കൊരു പൂ വരയ്ക്കാം. അമ്മ പിടിച്ച് വരച്ചു തരട്ടെ. നമ്മളിപ്പോ എവിടാ? മോനിപ്പോ എവിടാ പഠിക്കുന്നേ? നമ്മളിവിടെ അംഗനവാടിയില്. എവിടാ? അംഗനവാടിയിലാ ഞങ്ങൾ പഠിക്കുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾ അംഗനവാടി പോകത്തില്ല. എന്താ പോവാത്തെ? അവന്റെ ടീച്ചർ അവന്റെ കാലം അടിച്ചു. സത്യമാണോ കള്ളമാണെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ അംഗനവാടി പോയി, പിന്നെ ഞങ്ങൾ അംഗനവാടി പോകത്തില്ല ഇല്ലയോ? എന്റെ ടീച്ചർ എന്റെ കാലം അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞാൽ സ്കൂളിൽ പൊക്കോളാം. ചേച്ചിയുടെ സ്കൂളെ ഞങ്ങൾ സ്കൂളിൽ പൊക്കോളാം എന്നാണ് കാശി പറയുന്നത്. കാശിക്കൂടെ പൂവിന് കളർ അടിക്കുന്നുണ്ടോ? പല കളറാണ് ഞങ്ങളുടെ പൂവിന്. കുറച്ച് ദിവസം കൊണ്ടേ വിചാരിക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ എടുക്കണം. കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ. അവിടെ എപ്പോഴും പറയും അമ്മ എൻ്റെ വീഡിയോ എടുക്ക്, ഒരു പെൻസിൽ എടുത്താൽ പോലും അമ്മ എൻ്റെ വീഡിയോ എടുക്കുക, എൻ്റെ ഫോട്ടോ എടുക്കുക എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ ആഗ്രഹമല്ല. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആരും ഇല്ല കേട്ടോ. എല്ലാവരും കൂടെ ചേർന്നൊരു വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചത്. ഏട്ടനും മോളും ഒക്കെ ചേർന്ന് അമ്മയൊക്കെ ചേർന്നൊരു വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആരും ഇല്ല. എന്തായാലും നമ്മൾ അവൻ്റെ ആഗ്രഹമല്ലേ എന്നും പറഞ്ഞൊരു വീഡിയോ എടുത്തതാണ് ഇന്ന്. കാശിക്കുട്ട ഒരു പാട്ട് പാടിക്കുക. എല്ലാവരും ഒന്ന് കേൾക്കട്ടെ കാശിക്കുട്ടൻ്റെ പാട്ട്. മിന്നാമിന്നി ഇത്തിരി പൊന്നി മിന്നണ അല്ല പൊന്നല്ല തന്നാ തുമ്പി താത്തല തുമ്പി തൈതല പത്തല്ല ഒന്നാമത്തെ തോളി തേര് ഒന്നാമത്തെ അനിരി തേര് തന്തി അല്ല പൊന്നല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കാശിയുടെ പാട്ട്? കാശിയുടെ പെയിന്റിങ് എവിടെ വരെ തീരാറായോ? ഒന്നൂരെ ഉണ്ടോ? ഇതാരെ കാണിക്കണേ പെയിന്റിങ് വരയ്ക്കുന്നേ? ചേച്ചി കാണിക്കാനോ? അച്ഛനെ കാണിക്കത്തില്ലയോ? കാണിച്ചോ? എന്തു വരയ്ക്കുന്ന ചേച്ചി കൊടുക്കാനാ ഇത്? അല്ല പിന്നെ ആർക്കാ? മോന് വേണ്ടിയാണോ വരയ്ക്കുന്നേ? മോനിപ്പോ കുഞ്ഞു ബ്രഷാ. ആ കളർ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ? അതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കഴുകി കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എടുത്തിട്ട് അടുത്ത കളർ മിസ് ചെയ്യും. അടുത്ത കളർ ഇട്. കളർ ആയില്ല. നമ്മളെന്ത് ഈ ഗ്രീനോ അല്ലെങ്കിൽ ഇതോ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വരയ്ക്കും. നമുക്കൊരു ഇല വരയ്ക്കാം. ഫസ്റ്റ് തന്നെ വരയ്ക്കാമോ? അമ്മ വരച്ചു തരട്ടെ. നമ്മളിങ്ങനെ എടുക്കും കേട്ടോ. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൂവിന് എന്ത് ചെയ്യും? ഒരു ഇല വരച്ചു. പെയിന്റിങ് കഴിഞ്ഞോ? കഴിഞ്ഞ് നോക്കട്ടെ. എല്ലാരും കാണിക്കട്ടെ അമ്മ. കാണിക്കട്ടെ. കാശിക്കുട്ടിന്റെ പെയിന്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തോന്നും ചോദിക്കരുത്, ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങളുടെ പെയിന്റിങ്ങിനെ കുറിച്ച്.
ഒരു പൂവുണ്ട്, കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിച്ചോ കേട്ടോ. പിന്നെ നമ്മളെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, കാശിക്കുട്ടന് നമ്മൾ എന്തൊക്കെ പഠിച്ച്? നമ്മൾ ഏതൊക്കെ അക്ഷരം പഠിച്ച്? അന്ന് എഴുതി കാണിക്കാവോ അമ്മേ? എഴുതി കാണിക്കണേ. ഒരു കളർ എടുത്ത് അമ്മ എഴുതി കാണിച്ച് ഇവിടെ അക്ഷരം നമുക്ക് നോക്കാം കാശി എഴുതുന്നുണ്ടോ കേട്ടോ. നോക്കട്ടെ അമ്മ. ഏത് കളർ? റെഡ് എടുത്തു. എന്തോ എഴുതുന്നേ? എന്ത് ഇത്? ഞങ്ങൾ പഠിച്ചേട്ടോ. ഞാനാ പഠിപ്പിച്ച മോനെ? അമ്മ ഞാനാട്ടോ പഠിപ്പിച്ചേ. ഞങ്ങൾക്ക് ട്യൂഷന് പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുവോ. ചേച്ചിയുടെ കൂടെ ട്യൂഷന് പോകണം, ചേച്ചിയുടെ കൂടെ ട്യൂഷന് പോയി ഞാൻ അക്ഷരം പഠിക്കും, ഷിയാൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ശ്രേതാ ചുരുപ്പിടണ്ടായോ രായ്ക്ക്? ഞങ്ങൾക്ക് അത്ര ചുരുപ്പിടാൻ, ഞങ്ങൾ കുഞ്ഞു ചുരുപ്പിടാനേ അറിയത്തുള്ളൂ. ഇനി അടുത്ത ശ്രേതാ എഴുതി പുറത്തോട്ട് എഴുതുന്ന ശ്രേതാ. എഴുതി. അയ്യോ ഇതങ്ങ് പുറത്തു പോയല്ലോ. നമുക്ക് അടുത്ത പേജ് എടുക്കാം. അപ്പൊ അടുത്ത ശ്രേതാ ഏതാ? അങ്ങനെ എഴുതി. ഞങ്ങളുടെ താ കണ്ടോ എല്ലാരും? നോക്കിക്കേ, ഞങ്ങളുടെ താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ താ ഇഷ്ടപ്പെട്ടോ? ഇത് ചോദിച്ചൂടെ? ഞങ്ങൾ ആകെ 3 അക്ഷരം പഠിച്ചല്ലോ. എത്ര അക്ഷരം പഠിച്ചു നമ്മള്? 3 അക്ഷരം. ഇനി ഇത് ബാക്കി പഠിക്കുവോ? ഞങ്ങൾ ബാക്കി പഠിച്ച് നിങ്ങൾ എഴുതി കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഇത് മൊത്തം പഠിച്ച് നിങ്ങൾ എല്ലാരും എഴുതി കാണിക്കും കേട്ടോ. എല്ലാം പഠിക്കത്തില്ലയോ മോൻ? എവിടെ പഠിക്കാൻ പോന്നേ? ഏത് സ്കൂളിലാ? ഞങ്ങൾ ചേച്ചിയുടെ സ്കൂളിൽ പഠിക്കാൻ പോകും കേട്ടോ. എവിടെ ചേച്ചിയുടെ സ്കൂൾ? എവിടെ? പുനലൂര്. ഞങ്ങളുടെ പുനലൂരാണ് ചേച്ചിയുടെ സ്കൂള്. സെന്റ് തോമസിലാണ് കല്ലൂസ് പഠിക്കുന്നത്. കല്ലൂസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെന്റ് തോമസിലാണ് പഠിക്കുന്നത്. ഇന്ന് കരാട്ട ക്ലാസ് ഉണ്ട്. അച്ഛൻ്റെ കൂടെ കരാട്ട ക്ലാസ്സിന് പോയേക്കാണ്. വെഞ്ചേമ്പിലാണ് കേട്ടോ ക്ലാസ് നടക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ കരാട്ട ക്ലാസ്സിന് പോയി. എവിടെ പോയി ചേച്ചി? കരാട്ട ക്ലാസ്. ഞങ്ങൾ അടുത്ത വർഷം പോയില്ലയോ? ആരുടെ പോന്നേ? അച്ഛൻ്റെ കൂടെ. ഞങ്ങൾ ചേച്ചിയും കൊണ്ടുപോകും. ഞങ്ങൾ ചേച്ചിയും മോനും കാശിയും മോനും കൊണ്ടുപോകും. ചിരിച്ചു കാണിക്കാലോ. ഇനി പടം വരച്ച് നോക്കട്ടെ. അടുത്ത പൂ വരച്ച് അമ്മ പൂ വരച്ചരട്ടെ. നമ്മുടെ കൈ പിടിച്ചോണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു റെഡ് കളർ ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ ഇതെന്തോ റായാണോ? റാ വരച്ചു. അടുത്ത അക്ഷരം ഏതായിരുന്നേ? ചുരുപ്പിട്ട് രാ എഴുതാൻ പോകുന്നു. ഇതെന്തോ? അടുത്ത ഏതാ? അത് ബ്ലൂ. ബ്ലൂ ഏതാ? ബ്ലൂ വെച്ച് എന്തോ എഴുതുന്നേ? അപ്പൊ 3 അക്ഷരം ഞങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കറിയത്തില്ല. അമ്മ പഠിച്ചില്ലല്ലോ. മോൻ ഒരു വട്ടമല്ലേ കണ്ടുള്ളൂ. അമ്മ പഠിച്ചില്ല. കല്ലൂസ് കാശിക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കഥ പറയാനും പാട്ട് പാടാനും ഒക്കെ ഭയങ്കര. ഒരു കഥ പറയോ കാശി? അമ്മയ്ക്ക് കഥ പറഞ്ഞു തരുമോ? ഒരു കഥ പറഞ്ഞേ. അമ്മയ്ക്ക് പറഞ്ഞ പണ്ട് ഒരു ബെലോട്ട് പോയി വരുവാണ്. എന്നിട്ട് പോയിട്ട് നേരെ വീട്ടിൽ വന്നു. സ്പൈഡർമാന്റെ കഥ കേട്ടോ പറയുന്നേ. എന്നിട്ട് ഊപ്പിട്ട് പോയി. എന്തിനാ ഊപ്പിട്ടി പോയേ? എന്തിനാ മരുന്ന് മേടിക്കുന്നേ? പനിയാ സ്പൈഡർമാന്? എന്നിട്ട് മരുന്ന് വാങ്ങിച്ചോ? എന്നിട്ട് വീട്ടിൽ പോയി. രാത്രിയായപ്പോ ഒങ്ങി. ഭയങ്കര കഥയാട്ടോ. നിങ്ങക്ക് കഥ പറയുമ്പോ നിങ്ങക്ക് സ്പൈഡർമാന് പിന്നെന്തൊക്കെയാ അപ്പൂപ്പന്റെ കഥ. പിന്നെ ഏത് കഥയാ പറയുന്നത് നമ്മള്? പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആവേശത്തിലെ രംഗണ്ണ കേട്ടോ. രംഗണ്ണന്റെ കഥ ഞങ്ങൾ എപ്പോഴും പറയുന്നില്ലയോ? ആവേശത്തിൽ ആരൊക്കെയാ? കണ്ടോ, എല്ലാ ക്യാരക്ടറും ഞങ്ങൾക്ക് അറിയാം. ശാന്തനും ബിബിയും അജു ഇല്ലയോ? കാശിമോൻ ആരെയും ഏറ്റവും ഇഷ്ടം? രംഗൻ ചേട്ടനെയാണോ, ശാന്തനാണോ, ബിബിയാണോ, അജു ആണോ? ആരെയാ ഇഷ്ടം?
രംഗച്ചേട്ടൻ നേരേട്ടൻ രംഗച്ചേട്ടൻ ഞങ്ങൾ രംഗച്ചേട്ടന്റെ ഫാനാണ് കേട്ടോ, ഭയങ്കര ഫാനാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേക്കും ഒരു 3 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ എന്ത് കാണും, ആവേശം കാണും. അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. ആവേശം കണ്ട് ഞങ്ങളെ ഇടിക്കാൻ തുടങ്ങി ആവേശത്തിലെ കൂട്ട് കത്തി വെച്ച് കുത്താൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ആവേശം അങ്ങനെ ഇടുന്നത് ഞാൻ വളരെ കുറച്ച്, ഇപ്പം കുറച്ച് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തു ഇല്ലയോ. അപ്പൊ അതിലെ പാട്ടാ ഇപ്പം പാടിയ ബാലുവും ബബലുവും വന്നല്ലോ എന്നുള്ള നമ്മുടെ പാട്ട് പാടിയ ഇല്ലയോ. അത്രേ പഠിച്ചുള്ളൂ. ആ പിന്നെ പിന്നെ മറന്നു കേട്ടോ, ഞങ്ങൾ മറന്നു. കാശിമോനെ ഏറ്റവും ഇഷ്ടം ആരെയാ? അമ്മ പാർവനെ. ചുമ്മാ കേട്ടോ കള്ളത്തരം. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ പറയും അമ്മ അച്ചൂട്ടനെ ഇഷ്ടമാണോ. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ പറയാം അമ്മ ഇഷ്ടമാണോ, അച്ഛൻ ചോദിച്ചാൽ പറയാം അച്ഛനെ ഇഷ്ടമാണെന്ന് പറയും. അമ്മച്ചി ഇഷ്ടമാണോ? അമ്മച്ചി ഇഷ്ടം. ചേച്ചി ഇഷ്ടമാണോ? എല്ലാരും ഇഷ്ടം. ആരും ഇഷ്ടമെന്ന് പറഞ്ഞില്ല, ഭയങ്കര സ്നേഹം ഇല്ലയോ എല്ലായിടത്തും ഇല്ലയോ. അപ്പൊ ഞങ്ങളുടെ പെയിന്റിങ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കണോ? അമ്മ എടുത്ത് തരാം. ഞങ്ങൾ അടുത്ത പേജ് എടുക്കട്ടെ. ഞങ്ങൾ ഇപ്പൊ ഈ പേജ് ഫുള്ള് തീർത്ത് ഞങ്ങൾ വരച്ച് ഒരു മിനിറ്റ് ഇപ്പൊ റെഡിയാക്കി തരാം. എന്തോ ഏത് പടം വരയ്ക്കാൻ പോകുന്ന അടുത്തേ? ഏത് പിക്ചർ? ഇത് അടുത്ത വരയ്ക്കാൻ പോകുന്ന പൂവാണോ വീടാണോ എന്ത് വരയ്ക്കാൻ പോകുന്ന ആദ്യം? നമ്മള് വീട് വരയ്ക്കാൻ പോവാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അമ്മ സഹായിക്കണോ? അമ്മ കൈ പിടിച്ചോട്ടെ, പിടിച്ച് വരയ്ക്കട്ടെ. നമ്മൾ ആദ്യം ഈ കളർ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ഇങ്ങനെ വരച്ച് കൈ വരയ്ക്കാതെ ഇങ്ങനെ ഞങ്ങൾ വരച്ചോട്ടോ. നമ്മളൊരു കുഞ്ഞു വീടാട്ടോ വരയ്ക്കുന്നേ. എന്ത് വരയ്ക്കുന്നേ? കുഞ്ഞു വീട് വരയ്ക്കാട്ടോ. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇതെന്ത് വരയ്ക്കുന്നേ? ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കാറ്റും ചേച്ചിയും ഉള്ളോ? അപ്പൊ വല്യച്ഛനും വല്യച്ഛൊന്നും ഇല്ലയോ? വല്യച്ഛനും അമ്മയും ഉണ്ട്. വല്യച്ഛനും വല്യച്ചിയും പിന്നെ ആരൊക്കെ ഉണ്ട്? ചന്ദ്രി ചേച്ചി കേട്ടോ. പിന്നെ എന്താണ് വല്യച്ചി എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ വീട് കാണണമല്ലോ, ഞങ്ങൾ രണ്ടുകൂടെ ചേർന്ന് വരച്ചാണ് കേട്ടോ. കൈ പിടിച്ച മരമില്ലേ? നമുക്ക് മരം വരയ്ക്കാം. ഞങ്ങൾ മരം വരയ്ക്കാൻ പോവാം. അത് ഈ കളർ എടുക്കണം കേട്ടോ. മരത്തിന്റെ നമ്മള് അടിയിൽ ഇങ്ങനെ വരച്ചു. നമ്മള് ഇങ്ങനെ വരച്ചു. കൈയൊന്നും പിടിക്ക്. ഇങ്ങനെ വരച്ചു. നമ്മളിനി ഏത് കളർ എടുക്കുന്നേ? ഗ്രീൻ. ഏതാ? ഗ്രീൻ. എന്തിനാ വരയ്ക്കുന്നേ? മരത്തിന്റെ നമ്മള് ഇല വരയ്ക്കണ്ടേ? മരത്തിന് നമ്മള് മരം വരയ്ക്കും കേട്ടോ. ചുമ്മാ വരയ്ക്കും കേട്ടോ. ബ്ലൂ അല്ല, ഗ്രീൻ അല്ലേ ഇല. ഞങ്ങളുടെ മരം ആരും കണ്ട് ചിരിക്കൊന്നും ചെയ്യില്ല കേട്ടോ. മരം കാണിച്ച് എല്ലാരെയും വരയ്ക്കാൻ സമ്മതിക്കില്ല. അവർക്ക് തന്നെ വരയ്ക്കണം. ഞങ്ങളുടെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് മരമാണ് കേട്ടോ. തെറ്റായിട്ട് മായ്ക്കാനൊക്കത്തില്ല പിന്നെ. അത് നമ്മളിങ്ങനെ വരച്ചെടുക്കാനേ ഒക്കത്തുള്ളൂ കേട്ടോ. മായ്ക്കാനൊക്കെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വരയ്ക്കണം. ഞങ്ങളുടെ പെയിന്റിങ് നടക്കണം. എന്തോ വരയ്ക്കുന്നൊന്നും അറിയത്തില്ല, എന്തൊക്കെയോ വരയ്ക്കുന്നു. തെറ്റിപ്പോയി. എനിക്ക് തെറ്റിപ്പോയി. ഇത് ബ്ലാക്ക് അല്ലേ? ഇത് വെച്ചൊന്ന് മരം വരയ്ക്കണേ. എന്താണ് മരം? കാശിയുടെ മരം കേട്ടോ. ഇതാ കാശിയുടെ മരം. കാശിമോന്റെ മരം കേട്ടോ. കാശിമോനെ അമ്മ പോയി മോന് പാപ്പ എടുത്തോണ്ട് കേട്ടെ. ഏത്തക്കാ കഴിക്കുവോ? കഴിക്കാൻ എടുത്തോണ്ട് കേട്ടെ. ഇരിക്കണേ. പണ്ട് എവിടെ വന്ന് അമ്മ കേക്കട്ടെ. കഴിച്ചോണ്ട് ആന വെടിയൊക്കെ വന്നോ? എന്നിട്ട് ഞങ്ങൾക്ക് കഥ പറയുമ്പോഴേ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ കത്തി, വെടി, തോക്ക്, ഞങ്ങൾ ആയുധങ്ങൾ വെച്ചുള്ള കളികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവങ്ങൾ. കാരണം നമ്മളിലെ ആവേശ ഫിലിം, ബാഹുബലി അങ്ങനത്തെ ഫിലിംസ് കണ്ടതിന് ഇഷ്ടം. ഞങ്ങൾക്ക് ഒന്നെങ്കിൽ അമ്പമ്മല് അല്ലെങ്കിൽ കത്തി അങ്ങനത്തെ ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആണോ കാശി? കഥ പറയുന്നത് ഇത് കഴിച്ചോട്ടെ. ഇത് കഴിച്ചേ. കഴിച്ച് ഭയങ്കര കൊതുവാ കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര കൊതു. നിങ്ങളുടെ ഒക്കെ എങ്ങനെയാ? ഭയങ്കര കൊതുവാണോ? എന്ത് കാണിക്കുന്നേ? കുതിരെ കൊല്ലുവാണോ? ഞാൻ കൊതുവിനെ കൊല്ലുവാട്ടെ. കഴിച്ചേ.
കഴിക്കടേ ഇച്ചിരി കടിച്ചു കഴിക്കേ. നീട്ടി തത്തു തോനെ കഴിക്കണേ. എന്നാലും ഇന്ന് കഴിച്ചാൽ ആരാവും? രണ്ടാവും ആ രംഗച്ചേട്ടനാവും. കണ്ടോ ഞാൻ പറഞ്ഞ ലാവശ്യത്തിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആരാവും? രണ്ടാവും കടിച്ച്. ആ ഞങ്ങൾ പഴം കഴിച്ചുകൊണ്ട് പെയിന്റ് ചെയ്യണം. ഞങ്ങളുടെ പെയിന്റിങ് കണ്ടോ വളരെ 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 കണ്ടോ എല്ലാ പേജ് ഞങ്ങൾ ഇപ്പം തീരും. പെയിന്റിങ് ചെയ്ത് എല്ലാം തീർന്നിട്ട് ഞങ്ങൾ കാണിക്കാതെ പറ. എന്നാ പേരിന്റെ ഇപ്പം ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞങ്ങൾ ഇപ്പം കാണിക്കാം. ഇത് തലേനേ ഉള്ളൂ. പെയിന്റിങ് നടക്കുന്നേ ഉള്ളൂ. അത് ആരാ കാശി? അമ്മച്ച കാണിക്കും പെയിന്റിങ്. പറഞ്ഞേ ആ ചോദിച്ചു അമ്മച്ച പെയിന്റിങ് കാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ പെയിന്റിങ് ഉണ്ടോ? കൊള്ളാം നമ്മുടെ പെയിന്റിങ്. നിങ്ങളുടെ പേജൊക്കെ ഇപ്പൊ നിറയും. പെയിന്റൊക്കെ ഇപ്പൊ തീരും. ഞങ്ങളുടെ എല്ലാം ഇപ്പം തീരും. ഒറ്റ ദിവസത്തേക്ക് ഒരു പെയിന്റ്. എന്നാ കാശി മഴയല്ലേ എവിടെങ്ങാനും ഇട്ട് ഉണക്കാം. കല്ലൂസിന്റെ യൂണിഫോം ആട്ടോ അമ്മ മേലെ ഇട്ടിരുന്നതാ. മഴയല്ലേ എന്നും ഉണങ്ങത്തില്ല. എല്ലാം മേലെ കിടക്കുമായിരുന്നു. അപ്പൊ അമ്മ എടുത്തോണ്ട് വന്നതാ യൂണിഫോം. ആ അപ്പൂപ്പന്റെ കഥ പകുതി വെച്ച് നിങ്ങൾ പഴം കഴിച്ചോണ്ട് പറയാൻ പറ്റില്ല. ബാക്കി പറഞ്ഞു. പോയിട്ട് വരും. ആര് വരും? ഒരു കടി ചേട്ടാ കല്ലൂസിന്റെ യൂണിഫോം മേളിൽ കിടന്ന കേട്ടോ. അപ്പൊ മഴ ആയതുകൊണ്ട് ഉണങ്ങുന്നില്ല. ഭയങ്കര മഴയല്ലേ കേട്ടോ. അതുകൊണ്ട് ഒന്നും ഉണങ്ങുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞ രാത്രി ഫാൻ്റെ അടുത്തിട്ടാലേ രാവിലെ ആകുമ്പോഴത്തേനും ഉണങ്ങുമല്ലോ. അങ്ങനെ എടുത്തോണ്ട് വന്നതാ. അമ്മയോട് ചോദിച്ചു. കുട്ടനാടൻ കൊച്ച് തമ്പുരാട്ടിക്ക് ഒരു പാട്ട്. ആരാ പഠിപ്പിച്ച പാട്ട്? പിന്നെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. കാശിക്കറിയോ? ഇല്ല അത്ര അറിയാട്ടോ. കല്ലൂസിന്റെ റീൽ എടുക്കാൻ വേണ്ടി പഠിച്ച പാട്ടാ. അപ്പൊ നമ്മള് റീൽസ് ഇട്ട് കല്ലൂസ് ഇങ്ങനെ കളിച്ച് നോക്കുമ്പോ അത് കേട്ട് ഇവൻ പഠിക്കും. എന്നിട്ട് ആ പാട്ട് ഇവൻ പാടിക്കൊണ്ട് നടക്കും. അല്ലയോ? ആരാ ഡാൻസ് കളിച്ച? ചേച്ചി ഡാൻസ് കളിക്കാൻ വേണ്ടി ഇടുന്ന പാട്ടാ അതൊക്കെ. അത് കേട്ട് ഞങ്ങൾ ഞങ്ങള് റോഡിൽ പോയപ്പോ ഡാൻസ് കളിച്ച. ചേച്ചി ഡാൻസ് കളിക്കാൻ പോയപ്പോ. ഇല്ലയോ? ആരൊക്കെ? എല്ലാരും പോയി. അതായി പോയിട്ടോ. പിന്നെ പെയിന്റിങ് എപ്പം കഴിഞ്ഞ ഒന്നും അറിയത്തില്ല. എന്നെ ഇങ്ങനെ പോസ്റ്റ് എടുപ്പിച്ചിരുത്തിക്കുന്ന. ഞാൻ എന്തായാലും വരച്ചു കൊടുക്കാൻ സമ്മതിക്കത്തുമില്ല. ഞാൻ നോക്കിയില്ല. ഞാൻ ഇവിടുന്ന് പോവാനും ഒക്കത്തില്ല. പിന്നെ കാണാം. പറ. പെയിന്റിങ് കഴിഞ്ഞോടെ. നിങ്ങളുടെ പെയിന്റിങ് കാണിക്കട്ടെ അമ്മ. എല്ലാം ഒന്ന് നമുക്ക് പെയിന്റിങ് എല്ലാം ഒന്ന് കാണിക്കാം. എടുക്കട്ടെ അമ്മ? ഞങ്ങളുടെ പെയിന്റിങ് കാണിക്കാം കേട്ടോ. ഭയങ്കര പെയിന്റിങ്. ഒത്തിരി പെയിന്റിങ് ചെയ്ത് ഇത്ര നേരം കൊണ്ട് നിങ്ങൾ എന്ത് പെയിന്റിങ് എന്നറിയാമോ? നോക്കട്ടെ അമ്മ എന്തോ ഇത്ര പേജുകളെന്ന് അറിയാണ്ട്. ഒന്നേ ഇതെന്തോ അതിന്റെ റായും തായി രായൊക്കെ കേട്ടോ. ഞങ്ങളുടെ രായും തായി ആദ്യം വരയ്ക്കല്ലേ മോനെ? അത് കൊള്ളൂല. പിന്നെ ഞങ്ങൾ പേജ് ഞാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ A4 സൈസ് പേപ്പർ ആട്ടോ. നമ്മള് കല്ലൂസിനെ ബുക്ക് പെയിന്റിങ്ങിന് ബുക്ക് വാങ്ങിച്ചുള്ളൂ. കാശിക്കുട്ടിന് ബുക്ക് വാങ്ങിച്ചു. കാരണം യൂസ് ഇല്ലല്ലോ. വെറുതെ അങ്ങ് അവൻ വരച്ച് കളയത്തേ ഉള്ളൂ. കല്ലൂസിനെ വാങ്ങിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോൾ വഴക്കുണ്ടാക്കില്ല. അപ്പൊ ഞാൻ എന്തോ കുറച്ച് A4 സൈസ് പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തു. അത് മതിയല്ലോ അവന് വരയ്ക്കാൻ. അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്താണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ബൈ ബൈ. ടാറ്റ ബൈ പോരാ. വെച്ചേ നോക്കട്ടമ്മ. വെച്ചേ ടാറ്റ ബൈ പോരാ. ഓക്കെ ബൈ.